ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ജന്മവാർഷിക ദിനത്തിൽ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി.ആർ. അംബേദ്കറെ അനുസ്മരിച്ച് രാഷ്ട്രം. സമഗ്ര വികസനം ഉറപ്പാക്കാൻ ജാതി മതഭേദമന്യേ ദേശീയ ഐക്യത്തിന് പ്രാധാന്യം നൽകണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 294 മണ്ഡലങ്ങളിലായി ആകെ 2926 സ്ഥാനാർത്ഥികൾ. തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് നിതീഷ് കുമാർ. ബി.ജെ.പി. എം.എൽ.എ. സാമ്രാട് ചൌധരി പുതിയ നിയമസഭാ കക്ഷി നേതാവ്. ഇറാൻ തുറമുഖങ്ങൾ ഉപരോധിച്ച അമേരിക്കൻ നടപടിയെ അപലപിച്ച് ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ അംബാസഡർ അമീർ സയ്യിദ് ഇറവാനി. ഐശ്വര്യത്തിന്റെ പൊൻകണിയൊരുക്കി നാളെ വിഷു. നല്ല നാളെയെ വരവേൽക്കാനൊരുങ്ങി കേരളം. ICCയുടെ മാർച്ച് മാസത്തെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ക്രിക്കറ്റർ സഞ്ജു സാംസൺ. വാർത്തകൾ വിശദമായി. ഭരണഘടനാ ശില്പി ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ 136ാം ജന്മവാർഷിക ദിനം രാഷ്ട്രം സമുചിതമായി ആചരിച്ചു. ഗുജറാത്ത് ലോക് ഭവനിൽ ഡോക്ടർ അംബേദ്കറുടെ ഛായാചിത്രത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പുഷ്പാർച്ചന നടത്തി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയവർ പാർലമെന്റ് വളപ്പിലെ പ്രേരണാസ്ഥലിൽ ഡോക്ടർ അംബേദ്കറിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. രാഷ്ട്രത്തിന്റെ സമഗ്ര വികസനം ഉറപ്പാക്കാൻ ജാതി മത തടസ്സങ്ങൾ മറികടന്ന് ദേശീയ ഐക്യത്തിന് പ്രാധാന്യം നൽകണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. സാഹോദര്യമുള്ള ഗ്രാമങ്ങളിൽ നിന്നാണ് ഒത്തൊരുമയുള്ള ഇന്ത്യയിലേക്കുള്ള പാത ആരംഭിക്കുന്നതെന്ന് ബാബാ സാഹേബ് അംബേദ്കറെ അനുസ്മരിച്ച് രാഷ്ട്രപതി പറഞ്ഞു. बाबा साहेब डॉक्टर भीमराव अंबेडकर की जयंती के शुभ अवसर पर मैं सभी देशवासियों की ओर से उनकी पावन स्मृति को सादर नमन करती हूं. बाबा साहेब ने कहा था कि भारत में एक गहरी सांस्कृतिक एकता, जाति, वर्ग, भाषा और क्षेत्र जैसे सभी विभाजनों से ऊपर उठकर बिना किसी भेदभाव के एकजुट रहना समरता का व्यवहारिक रूप है. बाबा साहेब ने कहा था, सामाजिक प्रजातंत्र के एक ऐसे जीवन पद्धति है जो स्वतंत्रता, समानता, बंधुता और मूलभूत सिद्धांतों के रूप में अपनाती है. സുപ്രീം കോടതിയും ഡോക്ടർ അംബേദ്കറിന് ആദരമർപ്പിച്ചു. ഓരോ പൌരന്റെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്ന സമഗ്രമായ ഭരണഘടനയാണ് അദ്ദേഹം രാജ്യത്തിന് നൽകിയതെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു. കേരള നിയമസഭാ സമുച്ചയത്തിലെ അംബേദ്കർ പ്രതിമയിൽ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ പുഷ്പാർച്ചന നടത്തി. ലോക് ഭവനിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടിയിൽ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്നിവർ പങ്കെടുത്തു. പാർലമെന്റിന്റെ 3 ദിവസത്തെ പ്രത്യേക സമ്മേളനത്തിന് മറ്റന്നാൾ തുടക്കമാകും. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം നൽകുന്നത് ലക്ഷ്യമിട്ട് 2023 പാസാക്കിയ നിയമം 2029 മുതൽ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് സമ്മേളനം. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസവും പിന്നിട്ടതോടെ പശ്ചിമബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു. 294 മണ്ഡലങ്ങളിലായി ആകെ 2926 സ്ഥാനാർത്ഥികളാണ് പശ്ചിമബംഗാളിൽ മത്സര രംഗത്തുള്ളത്. 2 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ്. ആദ്യഘട്ടം ഈ മാസം 23-നും രണ്ടാം ഘട്ടം 29-നുമാണ്. തമിഴ്നാട്ടിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. ബി.ജെ.പി. നേതാവും കേന്ദ്രമന്ത്രിയുമായ JP നഡ്ഡ ചെന്നൈയിൽ പ്രകടന പത്രിക പുറത്തിറക്കി. DMK നേതാവും മുഖ്യമന്ത്രിയുമായ MK സ്റ്റാലിൻ, തമിഴക വെട്രി കഴകം നേതാവും സിനിമാ താരവുമായ വിജയ്, AIADMK നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ എടപ്പാടി K പളനിസ്വാമി തുടങ്ങിയ നേതാക്കൾ പ്രചാരണത്തിൽ സജീവമാണ്. ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് നിതീഷ് കുമാർ രാജ്യസഭാ MP-ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി പദം രാജിവെച്ചത്. ബീഹാറിലെ BJP നിയമസഭാ കക്ഷി നേതാവായി MLA സാമ്രാട് ചൌധരിയെ തിരഞ്ഞെടുത്തു. അദ്ദേഹം ബീഹാറിന്റെ അടുത്ത മുഖ്യമന്ത്രിയാകാൻ സാധ്യത ഏറി. പുതിയ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നാളെ നടക്കുമെന്നാണ് റിപ്പോർട്ട്. ഐശ്വര്യത്തിന്റെ പൊൻകണിയൊരുക്കി നാളെ വിഷു. കണിക്കൊന്ന പൂക്കളും കണിവെള്ളരിയും നിറച്ച് വിഷുവിനെ വരവേൽക്കാൻ ഒരുങ്ങി കേരളം. ഒരു റിപ്പോർട്ട്.
മലയാളിയുടെ കാർഷിക സംസ്കൃതിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമാണ് ഓരോ വിഷുവും. മേടമാസത്തിലെ 1-ാം തീയതിയാണ് സാധാരണ വിഷു ആഘോഷിക്കുന്നതെങ്കിൽ ഇക്കുറി അത് മേടം 2-നാണ്. പുതുവർഷം ഐശ്വര്യ സമൃദ്ധമാക്കണമെന്ന പ്രാർത്ഥനയോടെ നാളെ പുലർച്ചെ വിഷുക്കണി കണ്ടുണരാനുള്ള തയ്യാറെടുപ്പിലാണ് മലയാളികൾ. ഗുരുവായൂരിൽ നാളെ പുലർച്ചെ 2:55 മുതൽ 3:55 വരെ ഭക്തർക്ക് വിഷുക്കണി ദർശനമുണ്ടാകും. തിരക്ക് വർദ്ധിച്ചാൽ നെയ്വിളക്ക് ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും അധികൃതർ അറിയിച്ചു. ശബരിമലയിൽ നാളെ പുലർച്ചെ 4 മുതൽ 7 വരെയാണ് ദർശനം. ഇന്ന് രാത്രി അത്താഴപൂജയ്ക്ക് ശേഷം തന്ത്രിയും മേൽശാന്തിയും കണിയൊരുക്കും. ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്ക് കൈനീട്ടവും നൽകും. സന്നിധാനത്ത് കർശന സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പുലർച്ചെ 3 മുതൽ 4:30 വരെ വിഷുക്കണി ദർശനമുണ്ടാകും. ജാതിമത ഭേദമന്യേ മലയാളിക്ക് പുത്തൻ പ്രതീക്ഷകളുമായാണ് വീണ്ടും ഒരു വിഷുക്കാലം എത്തിച്ചേരുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. വിഷുവിനൊപ്പം വിവിധ പുതുവത്സരാഘോഷങ്ങളായ ബൈശാഖി, ബൊഹാഗ് ബിഹു, പുത്താണ്ട് തുടങ്ങിയവയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടാടുകയാണ്. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവർ ഏവർക്കും ആശംസകൾ നേർന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 133-ാം പതിപ്പ് ഈ മാസം 26-ന്. ആശയങ്ങളും നിർദ്ദേശങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെ സമർപ്പിക്കാം. നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷൻ, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെയും നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഇന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിദിയോൺ സാറുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ വിവിധ വശങ്ങൾ ചർച്ചയായതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിൽ തുടരുന്ന അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഇന്ത്യയിൽ ഗാർഹിക LPG, PNG, CNG എന്നിവയുടെ വിതരണം സുഗമമാണെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യത്തുടനീളം പെട്രോൾ, ഡീസൽ, LPG എന്നിവയുടെ മതിയായ സ്റ്റോക്ക് ലഭ്യമാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ഉറപ്പു നൽകി. കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ ഇന്ന് ന്യൂഡൽഹിയിൽ തപാൽ സ്റ്റാമ്പുകളുടെ പ്രത്യേക പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. സ്റ്റാമ്പുകളിലൂടെ ഇന്ത്യയുടെ ഐക്യവും ജനാധിപത്യവും ആഘോഷിക്കൽ എന്ന വിഷയത്തിലായിരുന്നു പ്രദർശനം. കഴിഞ്ഞ 75 വർഷത്തിലേറെയായി രാജ്യത്തിന്റെ ജനാധിപത്യ പ്രയാണത്തിൽ ഇന്ത്യ പോസ്റ്റ് നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. पिछले 75 वर्षों से ज्यादा डाक विभाग ने भारत की स्वतंत्रता और भारत की लोकतांत्रिक प्रणाली में अपना योगदान दिया है. वैसे भविष्य के आने वाले 20 वर्षों में भी वही भागीदारी डाक विभाग पूर्ण रूप से अपना दायित्व संभालेगा. ഇറാൻ തുറമുഖങ്ങൾ ഉപരോധിച്ച അമേരിക്കൻ നടപടിയെ ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ അംബാസഡർ അമീർ സയ്യിദ് ഇറവാനി ശക്തമായി അപലപിച്ചു. ഇത് ഇറാന്റെ പരമാധികാരത്തിന്റെയും പ്രാദേശിക സുരക്ഷയുടെയും നേർക്കുള്ള ഗുരുതരമായ ലംഘനമാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസിനും UN സുരക്ഷാ സമിതി പ്രസിഡന്റിനും അയച്ച ഔപചാരിക കത്തിൽ അമേരിക്കയുടെ ഈ നീക്കം പ്രാദേശികവും ആഗോളവുമായ സമാധാനത്തിന് ഭീഷണിയാണെന്ന് ഇറവാനി വിശേഷിപ്പിച്ചു. സമുദ്രവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര നിയമത്തിന്റെ പ്രധാന തത്വങ്ങളുടെ ലംഘനമാണ് ഇതെന്നും അദ്ദേഹം കത്തിൽ ചൂണ്ടിക്കാട്ടി. സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായിരിക്കുകയാണ്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനും വെടിനിർത്തൽ സാധ്യതകൾ ഉറപ്പാക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾക്കായി അമേരിക്കയിലെ ഇസ്രായേൽ, ലെബനൻ അംബാസഡർമാർ ഇന്ന് വാഷിംഗ്ടണിൽ കൂടിക്കാഴ്ച നടത്തും. യോഗത്തിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പങ്കെടുക്കും. വെടിനിർത്തലും വിശാലമായ സമാധാന കരാറും നടപ്പിലാക്കുന്നതിനായി ചർച്ചകൾ തുടരണമെന്ന് ലെബനൻ വിദേശകാര്യമന്ത്രി യൂസഫ് രാജ്ജി പറഞ്ഞു. അതേസമയം ഇറാൻ പിന്തുണയുള്ള സായുധ സംഘടനയായ ഹിസ്ബുള്ള യോഗം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിലിന്റെ മാർച്ച് മാസത്തെ മികച്ച പുരുഷ താരമായി മലയാളിയായ സഞ്ജു സാംസണെ തെരഞ്ഞെടുത്തു. പുരുഷ T20 ലോകകപ്പിലെ മികച്ച പ്രകടനമാണ് സഞ്ജുവിനെ ഈ നേട്ടത്തിന് അർഹനാക്കിയത്. ക്രിക്കറ്റ് യാത്രയിലെ അവിസ്മരണീയ ഘട്ടത്തിലാണ് ഈ അംഗീകാരം ലഭിക്കുന്നതെന്ന് സഞ്ജു സാംസൺ പ്രതികരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ജന്മവാർഷിക ദിനത്തിൽ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറെ അനുസ്മരിച്ച രാഷ്ട്രം. സമഗ്ര വികസനം ഉറപ്പാക്കാൻ ജാതി മതഭേദമന്യേ ദേശീയ ഐക്യത്തിന് പ്രാധാന്യം നൽകണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 294 മണ്ഡലങ്ങളിലായി ആകെ 2926 സ്ഥാനാർത്ഥികൾ. തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം.
ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് നിതീഷ് കുമാർ. BJP MLA സാമ്രാട് ചൌധരി പുതിയ നിയമസഭാ കക്ഷി നേതാവ്. ഇറാൻ തുറമുഖങ്ങൾ ഉപരോധിച്ച അമേരിക്കൻ നടപടിയെ അപലപിച്ച് ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ അംബാസഡർ അമീർ സയ്യിദ് ഇറവാനി. ഐശ്വര്യത്തിന്റെ പൊൻകണിയൊരുക്കി നാളെ വിഷു. നല്ല നാളെയെ വരവേൽക്കാനൊരുങ്ങി കേരളം. ICCയുടെ മാർച്ച് മാസത്തെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ക്രിക്കറ്റർ സഞ്ജു സാംസൺ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.